നല്ല അടിപൊളി വെയിലാണ്, നല്ല അടിപൊളി വെതർ. അപ്പം ബാർബിക്യൂ ചെയ്യാൻ പറ്റിയ അടിപൊളി ക്ലൈമറ്റാണ്. അപ്പം ഒരു സ്റ്റേക്ക് നമുക്ക് തയ്യാറാക്കാം. സ്റ്റേക്ക് വാങ്ങാൻ വേണ്ടി നമുക്ക് പോവാം. ഷോപ്പ് ചെയ്യുന്നൊരു ബാക്കി കാണാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോസ്കോ എന്ന് പറയുന്നൊരു കടയിലാണ്. സ്റ്റേക്കിൻ്റെ കലവറയാണ്. കണ്ടോ നിങ്ങൾ സ്റ്റേക്ക് കിടക്കുന്നത്? പല രീതിയിലുള്ള സ്റ്റേക്കുകളുണ്ട്. സെർലോയിൻ, റിബൈ, റം സ്റ്റേക്ക്, ഷോർട്ട് റിബ്. ഈ ഒരു സാധനമാണ് നമ്മൾ തേടി വന്നത്, ടൊമഹോക്ക് സ്റ്റേക്ക്. സാധാരണ ഇത് ട്വിൻ പാക്കാണ് എപ്പോഴും കിട്ടാറുള്ളത്. ഇൻഡിവിജ്വലായിട്ട് വളരെ റെയറായിട്ടേ ഇവർ കൊടുക്കാറുള്ളൂ. നമ്മുടെ ഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് ഇൻഡിവിജ്വലായിട്ട് കിടപ്പുണ്ട്. നമുക്ക് അതേലോട്ട് എടുത്തുകൊണ്ട് പോകാം. ഗുഡ് ഡെവലു അങ്ങോട്ട് വാ തുറന്ന് പറ. പൊളി, അടിപൊളി. ഇതാ തീർത്തിട്ട് പറഞ്ഞാൽ മതി. മതി മതി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വജ്രാട് കിച്ചൻ. ഐ ആം ഷെഫ് ഫിനോജ്. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തേ ഉള്ളൂ. ഇന്ന് നമ്മൾ അടിപൊളി ഒരു സ്റ്റേക്കാണ് അവിടെ നിന്ന് എടുത്തത്. നിങ്ങളെ കാണിക്കാൻ ഞാൻ സാധനം ഇത് കണ്ടോ? ഇതല്ലേ മുതൽ. ഇതാണ് ടൊമഹോക്ക് സ്റ്റേക്ക് എന്നാണ് ഇതിൻ്റെ പേര്. റിബയുടെ ബോണോട് കൂടിയുള്ള സാധനമാണ്. ഇത് നമ്മളിന്ന് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. സംഭവം ഒരു 750 ഗ്രാം ഉണ്ട് ബോണോട് കൂടി. നിങ്ങൾ കണ്ടില്ലേ, അവിടെ പല സ്റ്റേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ടിട്ട് ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല. അപ്പോൾ ഇത് തന്നെ പിടിച്ചു. അപ്പം ഇത് നമുക്ക് പൊളിച്ചടുക്കിയേക്കാം. സ്റ്റേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെർബ്സും ഗാർലിക്കും ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഈ വർഷത്തെ ആദ്യത്തെ ബാർബിക്യൂവാണ്. അപ്പം നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ തുടങ്ങാൻ പറ്റും. നല്ല വെയിലല്ലായിരുന്നോ? ഇപ്പം സമയം തേണ്ടത് 7:15. വെട്ടം കണ്ടോ? അടിപൊളിയായിട്ട് നിൽക്കുമല്ലേ? നമുക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റോസ്മേരിയാണ്. റോസ്മേരി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഹെർബ്സ് എല്ലാം ചോപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റേക്ക് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. അല്പം ഒലിവ് ഓയിലും പെപ്പറും ഒക്കെ ഇട്ട് നമുക്ക് സ്റ്റേക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. സോൾട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ നേരത്തിടാം. സ്റ്റേക്ക് നമുക്കൊരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സോൾട്ടിട്ട് സ്റ്റേക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. സംഭവം മാരിനേഷനൊക്കെ അടിപൊളിയായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഗ്രില്ല് ചെയ്തേക്കാം. സ്റ്റേക്ക് തയ്യാറാകുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് സ്റ്റേക്കിനുള്ള സോസ് തയ്യാറാക്കാം. ഗാർലിക് മഷ്റൂം സോസാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ആവശ്യത്തിന് ഒലിവ് ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് മഷ്റൂം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സോസിന് വേണ്ടി നമുക്കൊരു ഷാലോട്ട്സ് കൂടെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഷാലോട്ട്സ് ഒന്ന് കളർ മാറി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഹെർബ്സും ഗാർലിക്കും ചേർക്കാം. ഹെർബ്സും ഗാർലിക്കും എല്ലാം നന്നായിട്ട് സോത്തെ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വൈറ്റ് വൈൻ ഒഴിച്ച് റെഡ്യൂസ് ചെയ്യാം. വൈൻ്റെ സ്പിരിറ്റ് നമുക്ക് കത്തിച്ച് കളയാം. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഫ്ലേവർ മാത്രം മതി. സോ വൈറ്റ് വൈൻ നന്നായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ചേർക്കാം.
മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പണി വരുന്നൊരു വഴിയേ. അതിനു മുമ്പ് നമുക്ക് പണി തീർക്കണം. സ്റ്റേക്ക് നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം. മഷ്റൂമൊക്കെ ഒന്ന് സോത്തയായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്കൂപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. സോസ് നമുക്കൊന്ന് സീസൺ ചെയ്തെടുക്കാം. പെപ്പറും സോൾട്ടും ഇട്ട് സോസിലേക്ക് നമുക്ക് ക്രീം ഒഴിച്ച് ഫിനിഷ് ചെയ്യാം. സ്റ്റേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് അല്പം ഹെർബ്സും ഗാർലിക്കും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹെർബ്സും ഗാർലിക്കും ഇട്ട് മാരിനേറ്റ് ചെയ്ത സ്റ്റേക്ക് ഗ്രില്ലിൽ കിടക്കുമ്പോൾ ആ ദേശം മുഴുവൻ ഒരു സുഗന്ധം പരത്തും. സ്റ്റേക്ക് നമുക്കൊരു മീഡിയം ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്തെടുക്കാം. സ്റ്റേക്കിൻ്റെ കൂടെ ഗ്രിൽഡ് ചെറി ടൊമാറ്റോ അന്യ കോമ്പിനേഷനാണ്. ചെറി ടൊമാറ്റോടെ നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അല്പം ഓയിലും സോൾട്ടും പെപ്പറും ഇട്ടൊന്ന് ഫിനിഷ് ചെയ്യാം. ഗ്രില്ല് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് അവൻ അവിടെ നന്നായിട്ടൊന്ന് റെഡി ആകട്ടെ. നമ്മുടെ സുനീഷ് മച്ചാനുണ്ട് ഇവിടെ. സുനീഷ് മച്ചാനെ കൊണ്ട് നമ്മുടെ ഗാർലിക് മഷ്റൂം സോസ് ഒന്ന് ടേസ്റ്റ് ചെയ്യിക്കാം. സ്പൂണം കഴി വെച്ചേര്. സുനീഷിന് സ്റ്റേക്ക് ഏത് ടെമ്പറേച്ചറിലാണ് വേണ്ടത്? റെയർ വേണോ, മീഡിയം റെയർ വേണോ, മീഡിയം വേണോ, മീഡിയം വെൽ വേണോ, അതോ വെൽഡൻ വേണോ? എനിക്ക് വെൽഡൻ ആണ് കുറച്ചുകൂടി ഇഷ്ടമുള്ളത്. കാര്യം ഞാൻ സാധാരണ പുറത്തുനിന്ന് കഴിക്കാറുമ്പോൾ ഓർഡർ ചെയ്യാറുള്ളത് വെൽഡൻ തന്നെയാണ്. അതിനുള്ള ബീഫ് ഫ്രൈ വീടിനകത്തിരിപ്പുണ്ട്. എന്നാൽ ബീഫ് ഫ്രൈ ഞാൻ തരാം. ഇന്ന് നമ്മൾ മീഡിയം ആയിട്ടാണ്. നമ്മൾ സ്റ്റേക്ക് എപ്പോഴും മീഡിയം, അതാണ് ഏറ്റവും മാക്സിമം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. മീഡിയം അല്ലെ മീഡിയം റെയർ, അതാണ് സൂപ്പർ സ്റ്റേക്ക്. നമ്മുടെ നാട്ടിൽ നിന്ന് ശീലിച്ചു വന്ന ഒരു രീതി ഉണ്ടല്ലോ. നാട്ടിൽ നമ്മൾ ബീഫ് ഫ്രൈ ആണ് കഴിച്ചത്, സ്റ്റേക്ക് അല്ല കഴിച്ചത്. ഇന്ന് മീഡിയം സ്റ്റേക്ക് ഒന്ന് ട്രൈ ചെയ്യും. ഓക്കെ, സ്റ്റേക്കിൻ്റെ ടെമ്പറേച്ചർ നോക്കാൻ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. നമ്മൾ അതായത് വിരലിങ്ങനെ വെക്കുക. നമ്മുടെ ഈ തള്ള വിരലിലോട്ട് ചൂണ്ടുവിരൽ വെക്കുമ്പോൾ എന്ത് കണ്ടോ, ഇങ്ങനെ ഇരിക്കുമ്പോൾ റെയർ സ്റ്റേക്കാണ്. ഈ വിരൽ വെക്കുമ്പോൾ ഇച്ചിരൂടെ ടൈറ്റ് ആകും, അത് മീഡിയം റെയർ ആണ്. ഇത് വെച്ച് വെക്കുമ്പോൾ ഇച്ചിരൂടെ ടൈറ്റ് ആയിട്ടുണ്ട്. മീഡിയം വെൽ, പിന്നെ ഫുൾ കുക്കായാൽ വെൽഡൻ. അത്രയേ ഉള്ളൂ. സ്റ്റേക്ക് ഏകദേശം നമ്മുടെ മീഡിയം പരുവത്തിലായിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സ്റ്റേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. സ്റ്റേക്ക് നമുക്കൊന്ന് റെസ്റ്റിന് വെക്കാം. ആ ടൈമിൽ നമുക്ക് അല്പം ഗാർലിക്കും ബട്ടറും ഇട്ടൊന്ന് റെസ്റ്റിന് വെക്കാം. സ്റ്റേക്ക് ഒരു 10 മിനിറ്റ് മിനിമം റെസ്റ്റിന് വെച്ചതിന് ശേഷമേ നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ. അല്പം ബട്ടറും ഗാർലിക്കും ഒക്കെ ഇട്ട് നമുക്ക് സ്റ്റേക്ക് റെസ്റ്റിന് വെക്കാം. ആ ടൈമിൽ നമ്മളുടെ വെജിറ്റബിളൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അല്പം ബ്രോക്കോളി എടുത്തിട്ടുണ്ട്. സുനീഷേ, സ്റ്റേക്ക് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. ഏതായാലും മഴയ്ക്ക് മുമ്പ് നമ്മുടെ പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട്. വലിയൊരു അനുഗ്രഹമായിരുന്നു. അതെ അതെ. ഗ്രില്ല് ചെയ്ത ബ്രോക്കലി, ഗ്രിൽഡ് ടൊമാറ്റോ,
സ്റ്റേക്ക് റെസ്റ്റ് വരുന്നപ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ ജ്യൂസ് കൂടെ നമുക്ക് സോസിലേക്ക് ഒഴിക്കാം. സുനീഷേ, സ്റ്റേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്യാം. എന്താ വെയിറ്റിംഗ് അല്ലേ? കണ്ടോ പിങ്ക് കളർ കണ്ടോ? കണ്ടോ സ്റ്റേക്ക് കണ്ടോ? നല്ല മോയിസ്റ്റായിട്ടിരിക്കുന്നുണ്ടോ? ഇതുണ്ടോ ജ്യൂസ് ഇറങ്ങുന്നുണ്ടോ? അപ്പോൾ സുനീഷ് നമുക്ക് കഴിച്ചേക്കാം. സ്റ്റേക്ക് നൈഫ്, ഫോർക്ക്. അങ്ങോട്ട് വാ തുറന്ന് പറ. പൊളി, അടിപൊളി. അതോ? സൂപ്പർ. ഇനി മീഡിയം സ്റ്റേക്ക് കഴിക്കുമോ അതോ വെള്ളം കഴിക്കുമോ? ഇതാണ് തീർത്തിട്ട് പറഞ്ഞാൽ മതി. മതി മതി. ഇത്ര നേരം ക്യാമറയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആള്. ഇപ്പോൾ ആ ക്യാമറ ഞാനിങ്ങോട്ട് മേടിച്ചത്. ഇനി അനന്തുവിൻ്റെ അംഗമാണ് നടക്കുന്നത്. അതോ? സുനീഷ് മച്ചാൻ നമ്മുടെ സ്റ്റേക്കിൻ്റെ പരിപ്പെടുക്കുന്ന സമയത്ത് നമുക്ക് വൈൻഡപ്പും ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് വഞ്ചിനാട് കിച്ചൻ, ഇൻസ്റ്റഗ്രാം, ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം. അടുത്ത ദിവസം കിട്ടില്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.